ഇനി മേലാൽ നിങ്ങളുടെ ബിസിനസ് തുടങ്ങണം, സിനിമ പിടിക്കണം, ബുക്ക് എഴുതണം എന്നുള്ള ഐഡിയാസൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. അതെന്താ മോനെ അങ്ങനെ ഒരു ടോക്ക് എന്നാണോ? ആ ഐഡിയ നിങ്ങൾ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ ഈ പറച്ചിൽ തന്നെ കാരണമായേക്കാം. അത് തന്നെ പരിണാമത്തിൻ്റെ ഗുണം കൊണ്ട് എങ്ങനെയൊക്കെ മാക്സിമം എനർജി സേവ് ചെയ്യാം എന്ന് വെച്ചാൽ പണിയെടുക്കാതെ എങ്ങനെ സന്തോഷവാനായി ഇരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ബ്രെയിനാണ് നമുക്ക് കഷ്ടകാലത്തിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടുമ്പോൾ തലച്ചോറിൽ ഡോപ്പമീൻ എന്നൊരു ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പം നമുക്ക് നമ്മോട് തന്നെ ഒരു മതിപ്പൊക്കെ ഫീൽ ചെയ്യും. ആഹാ, ഞാനൊരു സംഭവം തന്നെ. ഈ ഐഡിയ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ ആൾ പറയും, ആഹാ കിട്ടു ഐഡിയ, നീ ഇതെന്തായാലും ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടും ഈ പറഞ്ഞ ഡോപ്പമീൻ. ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സക്സസ് ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷൻ, റെക്കഗ്നീഷൻ, അപ്രിസിയേഷൻ ഇതൊക്കെ നമ്മുടെ ബ്രെയിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇത് ഇങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ബ്രെയിന് ആ സുഖം കിട്ടാതെ വരും. അപ്പം നമ്മുടെ കിക്ക് പോവും. പിന്നെ പുതിയ ഐഡിയയുടെ വരവാണ്. ബ്രെയിൻ പ്രൊമോട്ട് ചെയ്യുന്നത് റിസ്ക്കും ഹാർഡ് വർക്കും ഒന്നുമല്ല, മറിച്ച് ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ സുഖം മാത്രമാണ്. സോ ക്ലാരിറ്റിയുള്ള ഫീഡ്ബാക്ക് കിട്ടാൻ മാത്രം വിഷൻ, എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരോട് അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ളവരോട് മാത്രം ഐഡിയ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒപ്പം ഐഡിയേഷൻ്റെ കൂടെ തന്നെ എത്ര ചെറുതാണെങ്കിലും പണിയെടുത്ത് തുടങ്ങുക.